ബോസിൽ എന്നാലും ഈ ആഴ്ചയിലും അവിടുത്തെ മത്സരാർത്ഥികളുടെ സാലറിയിൽ എന്നാലും കാര്യമായ മാറ്റങ്ങൾ എന്നാലും സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ വീഡിയോസ് ഇതിന് മുന്നേയും കണ്ടിട്ടുള്ളവർക്ക് അറിയാം, നമ്മൾ എല്ലാ ആഴ്ചകളിലും അവിടുത്തെ മത്സരാർത്ഥികളുടെ സാലറി ഇത്തരത്തിലാണ് മാറിയിരിക്കുന്നത് എന്നെല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഇതെല്ലാം ഒരു അൺഒഫീഷ്യലി സ്പ്രെഡ് ആവുന്ന ഡാറ്റാസിന്റെ ബേസിൽ മാത്രം തയ്യാറാക്കിയിരിക്കുന്ന ഒരു വീഡിയോ ആണെന്ന് ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ ഒന്നും റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. കാര്യം ഒരുപാട് രീതിയിലുള്ള ഡാറ്റാസ് നല്ല സ്പ്രെഡ് ആവുന്നുണ്ട്. അതായത് ഡെയിലി ആണ് ഇവർക്കുള്ള സാലറി, അല്ലെങ്കിൽ വീക്ക്ലി ആണ്, മന്ത്ലി ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് രീതിയിലുള്ള ഡാറ്റാസ് നല്ല സ്പ്രെഡ് ആവുന്നുണ്ട്. സോ ഒരു പരിധിവരെ എനിക്ക് ശരിയാണെന്ന് തോന്നുന്ന, കൺവിൻസിംഗ് ആയിട്ട് തോന്നുന്ന ഡാറ്റാസിന്റെ ബേസിൽ മാത്രമാണ് ഞാൻ എന്തായാലും ഇത്തരത്തിലുള്ള വീഡിയോസ് തന്നെ തയ്യാറാക്കുന്നത്. അപ്പൊ ഇവരുടെ സാലറി ഒരാഴ്ചയിലും എത്രത്തിലാണ് മാറുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ, ഓരോ ആഴ്ചയിലും എവിക്റ്റായി പുറത്തേക്ക് വരുന്ന ഒരാളുടെ സാലറി അവർക്ക് ലാസ്റ്റ് വീക്കിൽ ലഭിച്ചിരുന്ന എത്രയാണോ ആ ഒരു എമൗണ്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് ഇവിടെ നല്ല രീതിയിൽ മത്സരിക്കുന്ന മത്സരാർത്ഥികൾക്ക് ഒരു എക്സ്ട്രാസ് ആയിട്ട് ആഡ് ആകുക എന്നുള്ള രീതിയിലാണ് എന്തായാലും മാറിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഉറപ്പായിട്ട് ഈ പറയുന്ന മത്സരാർത്ഥികൾക്ക് എല്ലാവർക്കും ഒരു ബേസ് സാലറി ഉണ്ട്. അതായത് ഇവരുടെ കളികൾ അല്ലെങ്കിൽ ഒരാഴ്ചയിലും ഇവരുടെ പ്ലേ എത്രത്തോളം മോശമായിട്ട് പോയാലും ഇത്രയൊക്കെ വന്നാലും ബേസ് ആയിട്ട് ഇവർക്ക് ലഭിക്കുന്ന ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു എമൗണ്ട് ഉണ്ട്. എന്നാലും നിലവിൽ അവിടെയുള്ള 9 മത്സരാർത്ഥികളുടെ ബേസ് സാലറി എത്രയാണ്, അതുപോലെ തന്നെ ഈ ആഴ്ചയിൽ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സാലറി എത്രയാണ്, ഇതൊക്കെയാണ് നമ്മൾ എന്തായാലും ഇപ്പൊ നോക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം നോക്കുകയാണെങ്കിൽ സാബ്മാൻ ആണ്. നമുക്കറിയാം അദ്ദേഹം കയറിയപ്പോൾ തുടങ്ങി വളരെ സൈലന്റ് ആയിരുന്നു, പിന്നെ പോകെ നല്ല രീതിയിൽ ആക്റ്റീവായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു മത്സരാർത്ഥി തന്നെയാണ്. സോ അത് ഈ പറയുന്ന അദ്ദേഹത്തിന്റെ സാലറിയിലും നല്ല രീതിയിൽ തന്നെ കാണാനുണ്ട്. അതായത് അദ്ദേഹത്തിന്റെ ഒരു ബേസ് സാലറി എന്ന് പറയുന്നത് ഒരാഴ്ചയിൽ 25,000 രൂപ എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന് എന്താ ലഭിക്കുന്നത്. അതായത് എത്ര അധികം വീക്കായിട്ട് അദ്ദേഹം കളിച്ചാലും ഒരു ബേസ് ആയിട്ട് അദ്ദേഹത്തിന് 25,000 രൂപ ഒരാഴ്ചയിൽ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് എന്തായാലും ലഭിക്കുന്നതാണ്. പിന്നെ എന്തായാലും അഡീഷണലി അദ്ദേഹത്തിന്റെ കളികൾ മെച്ചപ്പെടുന്നതിനനുസരിച്ച് ഏറ്റവും അവസാനം ഒരു 40,000 രൂപ ഒരാഴ്ചയിൽ എന്നുള്ള രീതിയിൽ വരെ ലഭിച്ചിരുന്നതാണ്. ഇപ്പൊ ഒരു 5,000 കൂടി ആയിട്ട് 45,000 രൂപ ഒരാഴ്ചയിൽ എന്നുള്ള രീതിയിൽ വരെ ലഭിച്ചിട്ടുണ്ട്. അപ്പൊ എക്സ്ട്രാ ആഡായി 5,000 രൂപ എവിടെ നിന്നാണ് വന്നത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ വീക്കിൽ എവിക്റ്റായി പോയ വേദലക്ഷ്മിക്ക് ലാസ്റ്റ് ലഭിച്ചിരുന്ന സാലറി എന്ന് പറയുന്ന ആഴ്ചയിൽ 70,000 രൂപ എന്നുള്ള രീതിയിലായിരുന്നു. അതായത് വേദലക്ഷ്മിയുടെ ബേസ് സാലറി എന്ന് പറയുന്ന ആഴ്ചയിൽ 30,000 രൂപ എന്നുള്ള രീതിയിലായിരുന്നു. പിന്നീട് വേദലക്ഷ്മി നല്ല രീതിയിൽ കണ്ടന്റ്സും കാര്യങ്ങളും എല്ലാം ഡെലിവർ ചെയ്തുകൊണ്ട് തന്നെ ആഴ്ചയിൽ മാറി ഏറ്റവും അവസാനം 70,000 രൂപ എന്നുള്ള രീതിയിൽ വരെയാണ് വന്നിരുന്നത്. ആ 70,000 സെപ്പറേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ നിലവിലുള്ള 9 മത്സരാർത്ഥികൾക്കാണ് എന്തായാലും ആഡായിരിക്കുന്നത്. അതിനകത്തൊരു പങ്ക് എന്നുള്ള രീതിയിൽ ഒരു 5,000 രൂപയാണ് സാബുമാൻ എന്തായാലും ആഡായിട്ട് ഇപ്പോൾ നിലവിൽ 45,000 രൂപ ഒരാഴ്ചയിൽ എന്നുള്ള രീതിയിലുള്ള നല്ല സാബ്മാന് കിട്ടിയിരിക്കുന്നത്. ഇനി സാബ്മാന്റെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരേപോലത്തെ രീതിയിൽ തന്നെയാണ്. അതായത് മറ്റുള്ളവർ ഏറ്റവും എക്സ്ട്രീം ലെവൽ കളികൾ കളിക്കുന്ന സമയത്ത്, അതായത് ചിലവർ നല്ല രീതിയിൽ പറയുന്ന ഓഡിയൻസിലേക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ വരാം, ചിലപ്പോൾ അത് വളരെയധികം നെഗറ്റീവായിട്ട് വരും. എക്സാമ്പിൾ ഇപ്പൊ നെവിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ വളരെയധികം നെഗറ്റീവായിട്ടുള്ള രീതിയിലും നെവിന്റെ പല കളികളും ഈ പറയുന്ന എക്സ്ട്രീമായിട്ട് ചെയ്ത് കൂട്ടുന്ന പല കാര്യങ്ങളും വരാറുണ്ട്. അതേസമയം സാബ്മാൻ അതുപോലത്തെ രീതിയിലുള്ള കാര്യങ്ങളിലേക്കൊന്നും പോകാത്തതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഒരു കുഴപ്പമില്ലാത്തൊരു ഇഷ്ടം സാബ്മാനോട് എന്തായാലും ഓഡിയൻസിന് എന്തായാലും തോന്നുന്നുണ്ടെന്ന് പറയുന്ന ഒരു റിയാലിറ്റിയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്ട്രീം ലെവൽ കളിച്ചിട്ട് മോശമായിട്ട് പോകുന്നവരോട് ഒരു ഹെയ്റ്റ് ആണ് ഈ പറയുന്ന ഓഡിയൻസിന് എന്നുള്ളത് തോന്നുന്നത്. അതേസമയം വലിയ രീതിയിൽ കുഴപ്പമില്ലാത്തൊരു പാവത്താൻ കളിച്ചിങ്ങനെ നിൽക്കുന്ന സമയത്ത് ആൾക്കാർക്ക് സ്വാഭാവികമായിട്ട് ഒരു ഇഷ്ടം സാബ്മാനോട് എന്തായാലും തോന്നുന്നുണ്ട് എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ആണത്. അതുകൊണ്ട് തന്നെ വോട്ടിംഗ് സമയത്തും സാബ്മാൻ അതിന്റെ ഒരു പരിഗണന ലഭിക്കാനുള്ള എല്ലാവിധ സാധ്യതകളും ഞാൻ കാണുന്നുണ്ട്. പിന്നെ അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഷാനവാസ് ആണ്. ഷാനവാസ് ഓൾറെഡി ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിന്ന് വന്ന ഒരാളായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ബേസ് സാലറി കൂടുതലാണ്. അതായത് ഇപ്പൊ ഈ സാബ്മാന്റെ ബേസ് സാലറി 25,000 ആണെങ്കിൽ, അതേസമയം ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിന്ന് വന്നുകൊണ്ട് തന്നെ ഷാനവാസിന്റെ ഒരു ബേസ് സാലറി എന്ന് പറയുന്നത് നേരെ അതിന്റെ ഒരു ഇരട്ടിയുണ്ട്. അതായത് ഒരു 50,000 രൂപ ഒരാഴ്ചയിൽ എന്നുള്ള രീതിയിൽ എന്തായാലും, അതായത് ഇത്രയൊക്കെ മോശമായിട്ട് ഒട്ടും സ്ക്രീൻ സ്പേസ് കിട്ടാതെ മാറി നിന്നാൽ പോലും ഷാനവാസിന് എന്തായാലും ഒരു ബേസ് സാലറി ഒരു 50,000 രൂപ ഒരാഴ്ചയിൽ എന്തായാലും കിട്ടുന്നതാണ്. പിന്നെ അതിനകത്ത് അഡീഷണലി ആഡായി ഏറ്റവും അവസാനം ഒരു 1,05,000 രൂപ ഒരാഴ്ചയിൽ എന്നുള്ള രീതിയിൽ വരണമെന്നാലും ലാസ്റ്റ് വീക്കിൽ വന്നിരുന്നു. ഒരു 15,000 കൂടി ആഡായിട്ട് 1,20,000 രൂപ ഒരാഴ്ചയിൽ എന്നുള്ള രീതിയിൽ വരെ എന്നാലും ഷാനവാസിന്റെ സാലറി എന്നാലും മാറുന്നത്. അത് വളരെ വലിയൊരു മാറ്റം തന്നെയാണ്. കാര്യം ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും കൂടുതൽ ശമ്പളം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു 3 ആൾക്കാരെ പേര് നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതിനകത്ത് ഒരാൾ ഷാനവാസ് ആണ്. അതായത് ഷാനവാസിന് ലഭിക്കുന്ന അതേ ശമ്പളം ലഭിക്കുന്ന ഒരാളുണ്ട്, അതുപോലെ തന്നെ ഷാനവാസിനേക്കാളും ഒരുപടി മുകളിൽ നിൽക്കുന്ന കൂടുതൽ ശമ്പളം മേടിക്കുന്ന ഒരാളും കൂടിയുണ്ട്. അപ്പോൾ കുറച്ച് കൂടുതൽ മേടിക്കുന്ന ആരാണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷാനവാസിന് ഉറ്റ സുഹൃത്തായിട്ടുള്ള അനീഷ് തന്നെയാണ്. അതായത് അനീഷിന്റെ ബേസ് സാലറി നോക്കുകയാണെങ്കിൽ ഈ ഷാനവാസിനേക്കാളും കുറവാണ്, നേരെ പകുതിയാണ്, 25,000 രൂപ ഒരാഴ്ചയിൽ എന്നുള്ള രീതിയിൽ മാത്രമാണ്. ഷാനവാസിനെ പോലെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിന്നും വന്ന ഒരാളല്ല, അതുകൊണ്ട് തന്നെ ഒരു ബേസ് സാലറി അത്രത്തോളം കൂടുതലല്ല. പക്ഷെ ബാക്കിയെല്ലാം അദ്ദേഹം കളിച്ച് നേടിയ ഒരു കാര്യം തന്നെയാണ്. അതായത് നല്ല രീതിയിൽ കളിച്ച് നല്ല രീതിയിലൊരു പ്ലാനിങ് കൊണ്ട് മാത്രം കൂട്ടിയെടുത്തൊരു സാലറിയാണ് അനീഷിന്റെ. ലാസ്റ്റ് വീക്ക് നോക്കുകയാണെങ്കിൽ 1,20,000 രൂപ എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന് എന്നാൽ ലഭിച്ചിരുന്നത്. ഇപ്പൊ ഒരു 10 കൂടി ആയിട്ട് 1,30,000 രൂപ ഒരാഴ്ചയിൽ എന്നുള്ള രീതിയിലാണ് എന്തായാലും അനീഷിന് എന്തായാലും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഉറപ്പായിട്ടും അനീഷിന് അർഹിക്കുന്ന ഒരു എമൗണ്ട് ആണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ പ്ലാനിങ് ഉള്ള, നല്ല രീതിയിൽ ബിഗ് ബോസ് എന്താണെന്ന് മനസ്സിലാക്കി കളിക്കുന്ന ഒരു മത്സരാർത്ഥി തന്നെയാണ് അനീഷ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന 1,30,000 അതിന് മുകളിലേക്ക് പോയാലും അത് ഉറപ്പായിട്ടും അനീഷിന് അർഹിക്കുന്ന ഒരു എമൗണ്ട് ആണെന്ന് തന്നെ പറയാൻ പറ്റും. അടുത്തൊരു ആര്യനാണ്. ആര്യന്റെ ഒരു ബേസ് സാലറി എന്ന് പറയുന്നത് 35,000 രൂപ ഒരാഴ്ചയിൽ എന്നുള്ള രീതിയിലാണ് എന്തായാലും ആര്യന് ലഭിക്കുന്നത്. അതായത് എത്ര കളികൾ മോശമായിട്ട് പോയാലും സ്ക്രീൻ സ്പേസ് കുറഞ്ഞാലും എല്ലാം ആര്യന് എന്തായാലും ഉറപ്പായിട്ടൊരു 35,000 രൂപ എന്തായാലും ഉണ്ട്. പിന്നെ അടുത്ത് ഒരുപാട് മാറ്റങ്ങൾ വന്നു. എക്സ്ട്രാസ് ആടായി 95,000 രൂപ ഒരാഴ്ചയിൽ എന്നുള്ള രീതിയിൽ വരെയാണ് എന്നാലും ലാസ്റ്റ് വീക്ക് വന്നിരുന്നത്. ഇപ്പൊ എന്തായാലും അതിനകത്തേക്ക് ഒരു 5,000 കൂടി ആഡായിട്ട് 1,00,000 രൂപ ഒരാഴ്ചയിൽ എന്നുള്ള രീതിയിലാണ് എന്നാലും ആര്യന് നിലവിൽ
ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശമ്പളം എന്ന് പറയുന്നത്. ഉറപ്പായിട്ടും അത് ആര്യന് അർഹിക്കുന്ന ഒരു കാര്യം തന്നെയല്ല. കാര്യം ഇപ്പൊ നമുക്ക് ആരെയും മാറ്റി നിർത്താൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇപ്പൊ ഈ പറയുന്ന 9 മത്സരാർത്ഥികളും അവർ നല്ല രീതിയിൽ തന്നെ കളിക്കുന്നതുകൊണ്ട് തന്നെയാണ്, നല്ല രീതിയിൽ സ്ക്രീൻ സ്പേസ് പിടിച്ചെടുക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെയാണ് അവർ ഉറപ്പായിട്ടും ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് ഇവർക്ക് ആർക്ക് എക്സ്ട്രാസ് ആഡ് ചെയ്യുന്ന പറഞ്ഞാലും ഉറപ്പായിട്ടും അത് അവർ അർഹിക്കുന്ന ഒരു എമൗണ്ട് തന്നെയാണെന്ന് ഞാൻ എന്തായാലും ഒന്നുകൂടി പറയുകയാണ്. ആര്യന്റെ നല്ല രീതിയിലുള്ള ഒരു ഗ്രോത്ത് എവിടെ തുടങ്ങിയാണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ജിസയിൽ പോയതിനു ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ആര്യൻ നല്ല രീതിയിൽ ആക്റ്റീവായി തുടങ്ങിയതും നല്ല രീതിയിൽ ഒറ്റയ്ക്ക് നിന്ന് കളിക്കാൻ തുടങ്ങിയതും എല്ലാം. അതിനു മുന്നേ എന്ത് വന്നാലും ഈ ജിസൈലിനൊപ്പം സപ്പോർട്ട് ചെയ്യുക, അതായത് ജിസൈലിന്റെ ഭാഗത്താണ് തെറ്റെങ്കിൽ പോലും ആ ജിസൈലിനെ സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ തിരിച്ച് ഇങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുക, അങ്ങനത്തെ രീതിയിൽ വളരെയധികം ക്ലോസ് ആയിട്ടുള്ള ഈ ജിസൈലുമായിട്ടുള്ള ഡ്രാമാസും കാര്യങ്ങളും മാത്രമാണ് എന്നാലും ആര്യന്റെ സൈഡിൽ നിന്ന് കൂടുതലായിട്ടും ഉണ്ടായിരുന്നത്. സോ അത് വേണ്ട രീതിയിൽ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നില്ല, നല്ല രീതിയിൽ ഒരു ഡ്രാമയും കാര്യങ്ങളൊന്നും വർക്ക്ഔട്ട് ചെയ്യാൻ അവർക്കൊന്നും സാധിച്ചില്ല. സോ എന്നാലും ജിസയിൽ പോയതിനു ശേഷം എന്നാലും ഒറ്റയ്ക്ക് ആര്യൻ കളിക്കാൻ തുടങ്ങിയാണ്. എന്നാലും ആര്യന്റെ ക്രാഫ്റ്റ് നല്ല രീതിയിൽ എന്തായാലും മുന്നോട്ട് പോകാൻ തുടങ്ങിയതും ഈ ആര്യനെതിരെയുള്ള ഹെയ്റ്റും കാര്യങ്ങളും എല്ലാം വലിയ രീതിയിൽ കുറയാൻ തുടങ്ങിയതും എല്ലാം ആര്യൻ ഒറ്റയ്ക്ക് നല്ല രീതിയിൽ കളിക്കാൻ തുടങ്ങിയാണ്. ഉറപ്പാണ് ബിഗ് ബോസ് ഹൗസിനകത്ത് കയറി കഴിഞ്ഞാൽ ഈ പറയുന്ന ബോണ്ടിങ്ങിനകത്ത് നിൽക്കുന്നതിനേക്കാളും ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്ന സമയത്ത് അവരോട് നമുക്കൊരു ഇഷ്ടം കൂടാനും അതിനെല്ലാം ഒരു ഇമോഷണലി കൂടുതൽ കണക്ട് ആവാനുള്ള ഒരു സാധ്യത ഉറപ്പായിട്ടും ഉള്ളത് തന്നെയാണ്. അടുത്ത് നോക്കുകയാണെങ്കിൽ നെവിനാണ്. നെവിന്റെ ഒരു ബേസ് സാലറി എന്ന് പറയുന്നത് ഒരാഴ്ചയിൽ 25,000 രൂപ എന്നുള്ള രീതിയിൽ. അതിനകത്ത് ഒരുപാട് മാറ്റങ്ങൾ വന്നത് ഏറ്റവും അവസാനം 75,000 രൂപ ഒരാഴ്ചയിൽ എന്നുള്ള രീതിയിൽ വരെ ലഭിച്ചിരുന്നതാണ്. ഇപ്പൊ ഒരു 10 കൂടി ആഡ് ആയിട്ട്, ഒരു 10,000 കൂടി ആഡ് ആയിട്ട് 85,000 രൂപ ഒരാഴ്ചയിൽ എന്നുള്ള രീതിയിൽ വരെ എന്തായാലും നെവിൻ എന്തായാലും സാലറി എന്തായാലും മാറിയിട്ടുണ്ട്. നമുക്കറിയാം ഇപ്പൊ ഈ കഴിഞ്ഞൊരു 2 ആഴ്ചയായിട്ട് നോക്കുകയാണെങ്കിൽ നെവിൻ നല്ല രീതിയിലൊരു വെറുപ്പിക്കലും കാര്യങ്ങളൊക്കെ ഒരു സൈഡിൽ കൂടി നടക്കുന്നുണ്ട്. അതായത് നല്ല രീതിയിലൊരു ഹെയ്റ്റ് നെവിനെതിരെ എന്തായാലും വരുന്നുണ്ട്. പക്ഷെ നമുക്കറിയാം ബിഗ് ബോസ് ഹൗസിനകത്ത് സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം വളരെയധികം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എല്ലാവരും നൽകണം, അല്ലെങ്കിൽ അത് മാത്രമാണ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് അവർ ഷോക്കേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നൊന്നുമില്ല. അതായത് ഇത്തരത്തിലുള്ള പല രീതിയിലുള്ള ചിന്താഗതിയിലുള്ള, പല രീതിയിലുള്ള സ്ട്രാറ്റജീസ് ഉള്ള, പല രീതിയിലുള്ള കാഴ്ചപ്പാടുകളുള്ള ആൾക്കാർ വരുന്ന സമയത്ത് അവിടെ പല രീതിയിലുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. സോ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഈ പറയുന്ന ബിഗ് ബോസ് ഹൗസിലും എന്തെങ്കിലുമൊക്കെ ഒരു ഹാപ്പനിങ് ഉള്ളതായിട്ട് ഈ പറയുന്ന കാണുന്ന ഓഡിയൻസിലും തോന്നുക എന്ന് പറയുന്ന റിയാലിറ്റിയാണ്. അത് ആരുടെ ഭാഗത്താണ് ശരി, ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നുള്ള രീതിയിലുള്ള ഡിസ്കഷൻസ് ഒക്കെ പുറത്ത് നടക്കുന്ന സമയത്തിനാണ് ഈ പറയുന്ന ഷോക്കും അതിന്റെ ഒരു ജീവൻ വെക്കുന്നത് തന്നെ വേണമെങ്കിൽ പറയാലോ. സോ അപ്പൊ ആ രീതിയിൽ നോക്കുന്ന സമയത്ത് നെവിൻ അത്യാവശ്യം ഹാപ്പനിങ്സ് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു 10,000 കൂടി ആഡ് ആയിട്ട് 85,000 രൂപ ഒരാഴ്ചയിൽ എന്നുള്ള രീതിയിൽ എന്തായാലും നെവിന്റെ സാലറിയും എന്തായാലും മാറിയിട്ടുണ്ട്. പക്ഷെ നല്ല രീതിയിൽ ഒരു ഫാൻ ബേസ് നെവിന് നിലവിൽ ഇപ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ഒരു ഫാൻ ബേസിൽ നിന്ന് കുറേയൊക്കെ പൊളിഞ്ഞിട്ടുണ്ട് എന്നാണ് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. വലിയ രീതിയിലൊരു ഹെയ്റ്റ് നെവിനെതിരെ എന്തായാലും പല സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെയും അതിനകത്ത് വരുന്ന കമന്റ്സ് എല്ലാം നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അടുത്ത എന്തായാലും അനുമോളാണ്. അനുമോൾ ഓൾറെഡി ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിന്നുള്ള ഒരാളായതുകൊണ്ട് തന്നെ ഒരു 50,000 രൂപ ഒരാഴ്ചയിൽ എന്നുള്ള രീതിയിലാണ് എന്തായാലും അനുമോൾക്ക് ലഭിക്കുന്നത്. പിന്നെ അതിനകത്ത് ഒരുപാട് എക്സ്ട്രാസ് ആടായി 1,15,000 രൂപ ഒരാഴ്ചയിൽ എന്നുള്ള രീതിയിൽ വരാണെന്നാലും അനുമോൾക്ക് അവസാന ആഴ്ചയിൽ ലാസ്റ്റ് വീക്കിൽ എന്തായാലും ലഭിച്ചിരുന്നു. ഇപ്പൊ ഒരു 5,000 കൂടി ആഡായിട്ട് 1,20,000 രൂപ ഒരാഴ്ചയിൽ എന്നുള്ള രീതിയിലാണ് എന്തായാലും അനുമോൾക്ക് ലഭിക്കുന്നത്. അതായത് ഷാനവാസിന് എത്രയാണോ ഈ ആഴ്ചയിൽ ലഭിക്കുന്നത് അതേ ശമ്പളം തന്നെയാണ് അനുമോൾക്കും ഈ ആഴ്ചയിൽ എന്തായാലും ലഭിക്കുന്നത്. അനുമോളുടെ ഒരു സാലറിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്കറിയാം അനുമോളൊക്കെയാണ് ഏറ്റവും അധികം നല്ല രീതിയിൽ ഡൊമിനേറ്റ് ചെയ്ത് ഏറ്റവും പീക്കിൽ ഏറ്റവും അധികം 1,00,000 കടന്നത് അനുമോളായിരുന്നു. പിന്നെ കുറച്ച് സ്ലോ ഡൗൺ ചെയ്ത് ഇപ്പൊ നിലവിലാണ് അനീഷ് എന്തായാലും അതിനേക്കാളും മുകളിലേക്ക് എന്തായാലും കയറിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അത് നമുക്കറിയാം അവിടെയുള്ള ഇവരെ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നത്, ഇവർക്ക് കിട്ടുന്ന സ്ക്രീൻ സ്പേസ് ആയിക്കോട്ടെ, കണ്ടന്റ് ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ ബന്ധപ്പെട്ടിട്ടാണ് ഇത് എന്തായാലും മാറിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും അടുത്ത അക്ബറാണ്. അക്ബറിന്റെ ഒരു ബേസ് സാലറി എന്ന് പറയുന്നത് ആഴ്ചയിൽ 30,000 രൂപ എന്നുള്ള രീതിയിലാണ്. അത് ഒരുപാട് മാറ്റങ്ങൾ വന്നത് 95,000 രൂപ എന്നുള്ള രീതിയിൽ വരണമെന്നാലും ലാസ്റ്റ് എന്നാലും മാറിയിരുന്നു. ഇപ്പൊ ഒരു 5,000 കൂടി ആഡായിട്ട് 1,00,000 രൂപ ഒരാഴ്ചയിൽ എന്നുള്ള രീതിയിലാണെന്നാലും അക്ബറിന് നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അടുത്ത് നോക്കുകയാണെങ്കിൽ നൂറയാണ്. നൂറക്ക് ബേസ് സാലറി എന്ന് പറയുന്നത് 30,000. അടുത്ത് ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഏറ്റവും അവസാനം 45,000 രൂപ ഒരാഴ്ചയിൽ എന്നുള്ള രീതിയിൽ വരണമെന്നാലും മാറിയിരുന്നു. ഇപ്പൊ ഒരു 5 കൂടി ആഡായിട്ട് 50,000 രൂപ ഒരാഴ്ചയിൽ എന്നുള്ള രീതിയിൽ വരെ എന്തായാലും നൂറൊക്കെ എന്തായാലും മാറിയിട്ടുണ്ട്. പിന്നെ അടുത്ത ആദിലാണ്. അതിലൊക്കെ എന്തായാലും ലാസ്റ്റ് വീക്കിൽ ലഭിച്ചുകൊണ്ടിരുന്ന 35,000 രൂപ ഒരാഴ്ചയിൽ എന്നുള്ള രീതിയിലായിരുന്നു. ഇപ്പൊ ഒരു 10 കൂടി ആഡായിട്ട് 45,000 രൂപ ഒരാഴ്ചയിൽ എന്നുള്ള രീതിയിൽ വരെ എന്തായാലും മാറിയിട്ടുണ്ട്. പിന്നെ ആദില നൂറ ഇവരുടെ സാലറീസ് നോക്കുകയാണെങ്കിൽ ഇവർ ആദ്യ സമയങ്ങളിൽ ഒറ്റ മത്സരാർത്ഥി എന്നുള്ള രീതിയിലായിരുന്നു ഇവർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന സാലറീസും ഈ എക്സ്ട്രാസും കാര്യങ്ങളും എല്ലാം. അതിനുശേഷമാണ് ഇവർ രണ്ട് മത്സരാർത്ഥി എന്നുള്ള ഇതിൽ സ്പ്ലിറ്റ് ചെയ്തതും പിന്നെ ഈ പറയുന്ന എക്സ്ട്രാസും കാര്യങ്ങളും എല്ലാം അങ്ങനെ ലഭിച്ചു തുടങ്ങി. അതുകൊണ്ട് തന്നെയാണ് മറ്റുള്ളവർ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവർ ഇൻഡിവിജ്വൽ ആയിട്ട് നോക്കുന്ന സമയം ഇവർക്ക് താരതമ്യേന കുറച്ച് എമൗണ്ട് കുറവായിട്ട് തോന്നുന്നു. അല്ലാതെ ആദ്യമേ ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് കളിച്ചിരുന്നതാണെങ്കിൽ അതിനനുസരിച്ച് നല്ല രീതിയിലുള്ള എക്സ്ട്രാസും കാര്യങ്ങളും എല്ലാം ആഡായിട്ട് നല്ലൊരു എമൗണ്ട് അവർക്കിപ്പോ ഇൻഡിവിജ്വൽ ആയിട്ട് കിട്ടിയിരുന്നത്. അപ്പൊ എന്തായാലും ഇത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെയാണ് എന്തായാലും ഈ ആഴ്ചയിൽ എന്തായാലും ഇവരുടെ സാലറിയിൽ എന്തായാലും സംഭവിച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ ഒന്നുകൂടി പറയുകയാണ്, ഇതെല്ലാം അൺഒഫീഷ്യലി സ്പ്രെഡ് ആവുന്ന ഡാറ്റാസിന്റെ ബേസിൽ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ഒരു വീഡിയോസ് ആണ്. കാര്യം ഇത്തരത്തിൽ ഒരുപാട് ഡാറ്റാസ് എന്തായാലും ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഒരുപാട് ഡാറ്റാസ് എന്തായാലും സ്പ്രെഡ് ആവുന്നുണ്ട്. സോ അതിനകത്ത് ഒരു പരിധിവരെ കൺവിൻസിംഗ് ആയിട്ട് തോന്നിയ ഡാറ്റാസിന്റെ ബേസിൽ മാത്രം തയ്യാറാക്കിയിരിക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പൊ ഇത്തരത്തിലുള്ള ബിഗ് ബോസ് റിലേറ്റഡ് അപ്ഡേറ്റ്സും സിനിമ റിലേറ്റഡ് അപ്ഡേറ്റ്സും കാര്യങ്ങളും എല്ലാം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാവുന്നതാണ്.